ചേന്ദമംഗല്ലൂർ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മയിൽ സൗഹൃദവും സ്നേഹവും വിരുന്നൊരുക്കി പുൽപ്പറമ്പ് സായാഹ്നം ഹാളിൽ പ്രൗഢമായ ഇഫ്താർ സംഗമവും അവാർഡ് ജേതാവിന് സ്വീകരണവും നൽകി. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളടക്കം സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് പ്രായം മറന്ന് ഇഫ്താർ സംഗമത്തിൽ പങ്കാളിയായപ്പോൾ അവിസ്മരണീയമായ അനുഭവമായി. മുക്കം നഗരസഭ പുൽപ്പറമ്പ് ഡിവിഷൻ കൗൺസിലർ ജസീല അസീസ് ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പെടലിൽ മുക്തി നേടാൻ ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിക്കൽ മഹത്തായ ആവശ്യമാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. എല്ലാവിധ ആൾക്കാരെയും കൂട്ടി സാംസ്കാരിക സാമൂഹിക രംഗത്തും നല്ല പ്രവർത്തിക്കണ നല്ലൊരു ടീമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കൂടി ഓരോ സമയവും ക്രിയാത്മകമായി ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് തന്നെ ആദ്യം ഞാൻ അഭിനന്ദനം നൽകുകയാണ്. ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മളുടെ അത്യാവശ്യമാണ്. ഒറ്റപ്പെടലിന് മുക്തി നേടാൻ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാന്നുള്ളതിനും എല്ലാത്തിനും നമുക്കൊരു ധൈര്യം കിട്ടും, കൂടെ ആളുണ്ട് എന്നുള്ള തോന്നല്. പാലിയേറ്റീവ് രംഗത്ത് പോകുമ്പോൾ കുറെ ആൾക്കാർ ഒറ്റപ്പെടുന്നത് കാണാം. സമൂഹത്തോട് സംസാരിച്ചാലും അവർക്ക് മതിയാവില്ല. അപ്പൊ നിങ്ങളെന്നെ കൂടുതൽ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിന്റെ മാറ്റം കിട്ടും എന്ന് ഉറപ്പാണ്. സീനിയർ സിറ്റിസൺ ചേന്ദമംഗല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് വി.പി. അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന തലത്തിൽ മികച്ച അംഗനവാടി ടീച്ചർ പുരസ്കാരം നേടിയ റസിയ ടീച്ചറെ എ.എം. മമ്മൂട്ടി പൊന്നാടയണിച്ച് ചടങ്ങിൽ ആദരിച്ചു. കൗൺസിലർ ജസീല ഉപഹാരം സമ്മാനിച്ചു. അവാർഡ് ജേതാവ് റസിയ ടീച്ചർ മറുപടി പ്രഭാഷണം നടത്തി. പൊത്തശ്ശേരി അടക്കമുള്ള ഗ്രാമത്തിന്റെയും നാടിന്റെയും സഹപ്രവർത്തകരുടെയും ഒക്കെ കൂട്ടായ സഹകരണവും സഹായവുമാണ് സംസ്ഥാന അവാർഡ് ലഭിക്കാനായതെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ഈ കഴിഞ്ഞ 2023-24 വർഷത്തിലാണ് നമുക്ക് തിരുവാലൂർ മുഹമ്മദാക്ക സ്ഥലം തന്നു. മുക്കം നഗരസഭയും ഡിപ്പാർട്ട്മെന്റ് ഫണ്ട് ഉപയോഗിച്ചാണ് നമുക്ക് ബിൽഡിങ് ഉണ്ടാക്കുന്നത്. ആ വർഷം തന്നെ ഒരു വർഷം നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞ് പിറ്റത്തെ വർഷം തന്നെ എനിക്ക് അംഗനവാടി വർക്കർക്കുള്ള അവാർഡും അതേപോലെ തന്നെ ബെസ്റ്റ് അംഗനവാടിക്കുള്ള അവാർഡും കൊടുത്തിരുന്നു. അപ്പോൾ എന്താ പറയുക, അംഗനവാടി ഭിന്നശേഷി സൗഹൃദം അല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ അംഗനവാടിക്കുള്ള അവാർഡ് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയതിൽ എൻ്റെ ഒരാളെ മാത്രം പ്രയത്നമല്ല, ഈ നാടിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓഫീസേഴ്സിൻ്റെയും കമ്മിറ്റി അംഗങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ അവാർഡ് കിട്ടിയത്. ഈ നാട്ടിലുള്ള എൻ്റെ അംഗനവാടി ഏരിയയിലുള്ള മുഴുവൻ ആളുകളും 324 വീടുണ്ടെങ്കിൽ അതിലുള്ള ഓരോ വ്യക്തികളും എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ. എന്ത് കാര്യം പറഞ്ഞാലും ബിൽഡിങ് മാത്രമേ മുക്കം നഗരസഭയും ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാക്കി തന്നിട്ടുള്ളൂ. അതിലുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും എനിക്ക് എൻ്റെ നാട്ടുകാരാണ് തന്നത്. ടി അബുല്ല മാസ്റ്റർ, കെ മുഹമ്മദ് കുട്ടി, മെഹറുന്നീസ ടീച്ചർ, റസിയ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. സീനിയർ സിറ്റിസൺ യൂണിറ്റ് സെക്രട്ടറി ടി മുഹമ്മദ് മാസ്റ്റർ സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം ജയശീലൻ പയ്യടി നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന സുഭിക്ഷമായ നോമ്പുതുറയ്ക്ക് ശേഷം വീണ്ടും അടുത്ത വർഷം റമദാനിലെ ഇത്തരമൊരു ധന്യമായ ഇഫ്താർ സംഗമത്തിൽ കാണാമെന്നും പറഞ്ഞു. സി.ടി. ജബ്ബാർ ഉസ്താദിന്റെ സ്മരണകൾ അയവിറക്കി സായാഹ്നം ഹാളിനോട് വിട പറഞ്ഞത് വി.പി. അബ്ദുൽ ഹമീദ്, ടി മുഹമ്മദ് മാസ്റ്റർ, കെ.പി. വേലായുധൻ, വി. അശോകൻ, ടി അബ്ദുല്ല മാസ്റ്റർ, സി.ടി. അനീസു, മറിയം ജബ്ബാർ, മെഹറുന്നീസ ടീച്ചർ, ഒ. സഫിയ ടീച്ചർ, ജയശീലൻ പയ്യടി, ഗോപാലൻ, ടി. വി. അബ്ദല്ല, ദസ്തഗീർ മാസ്റ്റർ, മോയിൻ കുട്ടി, സി. കെ. നാഗൻ, സി.ടി. അമീൻ, സി.ടി. നസീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉണ്ണിച്ചേക്കു, ടുഡേ ന്യൂസ്, മുക്കം.